എല്ലാവർക്കും നമസ്കാരം. ഫ്രൂട്ട് ഗാർഡനിലേക്ക് സ്വാഗതം. നമ്മുടെ പച്ചമുളക് കൃഷി ഇപ്പം നമ്മൾ അത്യാവശ്യം നന്നായിട്ട് വിളവെടുക്കുന്നുണ്ട്. ഇതിൽ നിന്ന് കണ്ടില്ലേ, നമുക്ക് നിറയെ കായ്ച്ചിട്ടുണ്ട് പച്ചമുളക്. തൈകളും ഉണ്ട്, കായ്ക്കുന്നതും ഉണ്ട്. പിന്നെ നമ്മൾ കുറച്ച് വിളവെടുത്തു. ഇന്ന് രാവിലെയും കുറച്ച് വിളവെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നിറയെ പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ട്. പച്ചമുളക് വളരെ എളുപ്പത്തിൽ കൃഷി ചെയ്യാൻ പറ്റിയ ഇനമാണ്. നമുക്ക് കൃഷിഭവനിൽ നിന്ന് ലഭിച്ച മുളകിൻ്റെ തൈകളാണ്. നമ്മൾ തൈകൾ കൊണ്ട് നട്ടതാണ്. കായ്ച്ചിട്ടുണ്ട് നിറയെ. പാകമായതൊക്കെ നമ്മൾ വിളവെടുത്തു. ബാക്കിയാണ് നിൽക്കുന്നത്. ചെറുത് ഒക്കെയാണ് കൂടുതൽ നിൽക്കുന്നത്. നമ്മൾ ഗ്രോ ബാഗിലാണ് പച്ചമുളക് കൃഷി ചെയ്യുന്നത്. ഗ്രോ ബാഗിൽ കൃഷി ചെയ്യുമ്പോൾ വാട്ടരോഗങ്ങളൊക്കെ ഒരു ചെടിക്ക് വന്നാലും അത് പെട്ടെന്ന് മണ്ണിലാണെങ്കിൽ വേരിൽ കൂടി അടുത്തടുത്ത ചെടികൾക്ക് വരും. അപ്പം അങ്ങനെയൊക്കെ വരുന്ന രോഗങ്ങളൊക്കെ നമുക്ക് ഗ്രോ ബാഗിൽ ചെയ്യുമ്പോൾ ഒഴിവാക്കാം. ഗ്രോ ബാഗിൽ നന്നായി മിക്സ് നിറയ്ക്കുക, അതാണ് പ്രധാനമായിട്ടും ചെയ്യേണ്ടത്. ഗ്രോ ബാഗിൽ മണ്ണിന് കൂടെ ചാണകപ്പൊടി, എല്ലുപൊടി, അതുപോലെ തന്നെ ചകിരിച്ചോറൊക്കെ ചേർത്ത മിശ്രിതത്തിൽ നടുക. നട്ട് കഴിയുമ്പോൾ നമുക്കൊരു മുളക് വലുതായി തുടങ്ങുമ്പോഴേ നമുക്ക് വേപ്പെണ്ണ എമൾഷൻ ഒരു 10 ദിവസം കൂടുമ്പോൾ മുളകിന് തളിച്ചു കൊടുക്കണം. വേപ്പെണ്ണ എമൾഷൻ വളരെ നല്ലതാണ്. മുളകിൻ്റെ കീടരോഗങ്ങൾക്കും മുരടിപ്പിനുമൊക്കെ വളരെ നല്ലതാണ്. അപ്പം ഞാൻ സ്ഥിരമായി 10 ദിവസം കൂടുമ്പോൾ വേപ്പെണ്ണ എമൾഷൻ തളിച്ചു കൊടുക്കാറുണ്ട്. അതുകൊണ്ട് എല്ലാ കീടരോഗങ്ങളും പോകുന്നുണ്ട്. മുരടിപ്പൊക്കെ വളരെ കുറവാണ്. അതുപോലെ തന്നെ സ്യൂഡോമോണാസ് ഒരു 10 ദിവസം കൂടുമ്പോൾ അതും തളിക്കുന്നുണ്ട്. വളർച്ചയ്ക്ക് ഉത്തേജകവും വാട്ടരോഗം പോലുള്ള രോഗങ്ങളെയൊക്കെ സ്യൂഡോമോണാസ് തടയുകയും ചെയ്യും. അത് നമ്മൾ മണ്ണിൽ ചോട് കുതിർക്കുന്ന പോലെ ഗ്രോ ബാഗിൽ ഒഴിച്ചു കൊടുക്കണം. പിന്നെ തളിച്ചും കൊടുക്കണം. മുളകിലെല്ലാം ഒന്ന് സ്യൂഡോമോണാസ് തളിച്ചു കൊടുക്കുന്നതും വളരെ നല്ലതാണ്. പിന്നെ നമ്മൾ അടുക്കള വേസ്റ്റൊക്കെ വളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ചാരം ഉപയോഗിക്കുന്നുണ്ട്. ചാണകം നൽകുന്നുണ്ട്. അതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് നൽകുന്ന വളം. രാസവളങ്ങളൊന്നും അങ്ങനെ നമ്മൾ നൽകാറില്ല. ഇത്രയൊക്കെ ചെയ്തെങ്കിൽ മുളക് കൃഷി വിജയം.